ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. സോ രാവിലെ തന്നെ എണീറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി ഒരു കപ്പ് ബ്ലാക്ക് കോഫിയിൽ ഡേ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ വിൻ്റർ തുടങ്ങി. സോ രാവിലെയൊക്കെ നല്ല തണുപ്പാണ്. ഒരു ചൂട് കോഫി കുടിച്ചാൽ ഉഷാറായി. അങ്ങനെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ലഞ്ചും കഴിച്ച് നയനക്കൂട്ടൻ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നീടുള്ളത് മൈ മീറ്റായി. വർക്ക് ചെയ്യാനുള്ളതിൻ്റെ ഡിസൈനൊക്കെ സെറ്റാക്കി വർക്കിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് ടൈം ചിൽ 9 എണീക്കുന്ന വരെ മാത്രം. അത് കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും നടക്കില്ല. വൈകുന്നേരത്ത് ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കാൻ സൂപ്പറാണ്. കാര്യം കൂടെ പറയാനായിട്ട് ഏട്ടനോട് ഉണ്ടെങ്കിൽ സൂപ്പർ. ഞങ്ങളുടെ ഈ ബാറ്ററിയിൽ നിറയെ കുഞ്ഞു കുരുവികളൊക്കെ കാണും കേട്ടോ. വൈകുന്നേരത്താകുമ്പോഴും തത്തകളൊക്കെ കാണും. ഇപ്പം തത്തകളെയൊന്നും കാണുന്നില്ല. അവരുടെ ബഹളമൊക്കെ ആയിട്ട് അതൊരു ഭയങ്കര രസമാണ്. കുഞ്ഞാപ്പി ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് എന്തെങ്കിലും ഒരു കൂട്ടം പലഹാരം അത് ഞങ്ങൾക്ക് ഭയങ്കര മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ ബാൽക്കണിയിൽ കുറേ നേരം നിൽക്കും. ചുറ്റോടെ ഭയങ്കര വരയും കാര്യങ്ങളൊക്കെ, ഭയങ്കര കളി, ഓട്ടം, ബഹളം ഒക്കെ ആയിട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബാൽക്കണിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കുറച്ച് നേരം എൻ്റെ തുളസിയൊക്കെ നോക്കും. ഫുള്ള് പൂ ഒക്കെ വന്ന് നിൽക്കുമ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് സെറ്റാക്കും. വൈകുന്നേരമൊക്കെ ആയപ്പോഴേ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡിന്നർ പ്രിപ്പയർ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ എടുക്കലാണ്. നോർമലി വൈകുന്നേരങ്ങളിലുള്ള പാചകം ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലല്ല. എല്ലാ ജോലിയും ഉച്ചയ്ക്ക് തന്നെ തീർത്ത അത്ര സന്തോഷം. അങ്ങനെ ചിക്കൻ കറിയാക്കി ബാക്കി ഞാൻ ഫ്രൈ ചെയ്യാനുള്ള പ്ലാനിലാണ്. പിന്നെ ചോറും തോരനും മോരും ഒക്കെ നേരത്തെ ആക്കി. ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന്. ദ ഡേ വി വെയർ മോസ്റ്റ് വെയിറ്റഡ് ഫോർ. ഏട്ടൻ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് തിരികെ എത്തും. അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. ഏട്ടനില്ലാതെ 2 months വളരെ ടഫായിരുന്നു ഞങ്ങൾക്ക് ഒന്ന് തള്ളി നീക്കാനായിട്ട്. കൂടെ നിൽക്കാൻ അത്ര ആഗ്രഹിച്ച് വരുമ്പം ഇടയ്ക്കുള്ള എക്സസൈസും ജീടിയൊക്കെ ഭയങ്കര കഷ്ടമായിട്ടാണ് തോന്നാറുള്ളത്. വീട് ഫുള്ളി ഉറങ്ങിപ്പോവും. ഒന്നിനും ഒരു മോഡുണ്ടാറില്ല. ബട്ട് മസ്റ്റ് ഗോ ഓൺ. ഒരു ആർമി മെന്നിൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആണല്ലോ. സോ അവരുടെ ഫാമിലി എങ്ങനെയും ശീലിക്കണം. അങ്ങനെ കാത്തിരുന്ന് ഹേട്ടനെത്തി. നയനക്കുട്ടനും ആകെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരോ കോളിംഗ് ബെല്ല് കേൾക്കുമ്പോൾ സ്കൂട്ടറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴും നയനു അച്ഛൻ വന്നു അമ്മയെന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ നയനുവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ അച്ഛൻ്റെ കൂടെ കൂടി കഥ പറച്ചിലും പരാതിയൊക്കെ ആയിട്ട് അവനും കൂടെ ഞാനും.